പുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് ഒക്കെ പണ്ടായിരുന്നു, ഇപ്പം എല്ലാം കണ്ടീഷണലാണ് എന്ന്. അന്നേരം നിധി ചോദിക്കും, പക്ഷേ ഇയാൾ അങ്ങനെ അല്ലല്ലോ എന്ന്. അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം, അല്ല, എന്നിൽ നിന്ന് തനിക്ക് യാതൊരു ലാഭവും കിട്ടില്ല, എന്നെക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് സുധീഷിനറിയാം. എന്നിട്ടും സുധീഷ് എൻ്റെ കൂടെ നിൽക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം സുധീഷ് എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ചിലപ്പം ആ കങ്കാരുവിനെ ഞാൻ കല്യാണം കഴിക്കേണ്ടിയും വന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചിലരിങ്ങനെ സങ്കടപ്പെടുന്ന കാണുമ്പം ആകെ വിഷമാവും. അങ്ങനെ തോന്നിയ ഒരാളാണ് താൻ, അതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അടുത്ത നിധിയുടെ ചോദ്യം വരുവാണേ. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഫുഡുമായിട്ട് വെയിറ്റർ വരും. അന്നേരം സുധീഷ് മനസ്സിലോർക്കുക, ഈശ്വര കറക്റ്റ് ടൈമിൽ വന്നു, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിൽ ഞാൻ പെട്ടുപോയേനേന്ന്. എന്തായാലും അങ്ങേര് ഫുഡൊക്കെ വെച്ചിട്ട് അങ്ങ് പോയി കഴിയുമ്പം വീണ്ടും നിധി അടുത്ത ചോദ്യം ചോദിക്കാൻ തുടങ്ങുവാണ്. അന്നേരം സുധീഷ് പറയും, അതെ നല്ല വിശപ്പുണ്ടെന്നല്ല പറഞ്ഞത്, ഭക്ഷണം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സംസാരിക്കാം, ഭക്ഷണം കഴിക്കുക എന്ന് പറയും. ഏതായാലും നിധി ഭക്ഷണം കഴിക്കുവാണ്. അന്നേരം ആകെ ടെൻഷനുണ്ട്, ഈ കയ്യിലുള്ള പൈസ ഇതിനെല്ലാം തികയോ എന്നറിയത്തില്ലല്ലോ. ഇടയ്ക്ക് പോക്കറ്റിലൊക്കെ നോക്കുന്നുണ്ട്, വിഷമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നീട് നമ്മുടെ അമ്മായിയെ കാണിക്കുന്നുണ്ട്. അമ്മായി ഫുൾ ടൈം കലിപ്പ് മൂഡിലാട്ടോ. സുനന്ദയെ വിളിക്കുവാണ്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അവിടെ എന്തെടുത്തുകൊണ്ടിരിക്കുവാടി, നിന്നോട് എത്ര തവണയാണ് ഞാൻ പറയുന്നു അടിച്ചു വരി തുടയ്ക്കാൻ, ഇതുവരെ നീ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം സുനന്ദ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കാറുന്നത്, ഞാൻ ചെയ്തോളാം എന്ന് പറയുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും പുറത്തുനിന്ന് തയ്യൽക്കാരി വിളിക്കും. അന്നേരം എന്തിനാടി ആ തയ്യൽക്കാരി ലത ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ സുനന്ദ അങ്ങോട്ട് പോവാണേ. അന്നേരം അമ്മായിക്കൊരു സംശയം, അവരും പുറകെ വെച്ച് പിടിപ്പിക്കും. ഏതായാലും അവിടെ ചെല്ലുമ്പം കാണുന്നത് സുനന്ദയുടെ കയ്യിലേക്ക് ഈ കവർ കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ജോലികളെല്ലാം മാറ്റിവെച്ച് ഞാൻ ഇത് തയ്ച്ചെടുക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പം സുനന്ദ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങോട്ട് വന്നത്, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന്. അന്നത്തേക്കും അമ്മായി, അതെന്തിനാടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ സാധനം, ഇത് ആരുടെയാ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം പറയുന്നുണ്ട്, അതെ അപ്പുറത്തെ വീട്ടിലെ ആ സുഭാഷിൻ്റെ അനിയൻ്റെ കല്യാണ പാർട്ടിയല്ലേ ഇന്ന്, ആ പെങ്കൊച്ചിൻ്റെ ബ്ലൗസാണ് ഇവള് കൊണ്ടു തന്നു, എന്നിട്ട് പെട്ടെന്ന് തയ്ച്ച് തന്നെ എന്ന് പറഞ്ഞു, അത് കൊണ്ടു തരാൻ വേണ്ടി വന്നതാ എന്ന് പറയും. എന്നിട്ട് പൈസ നീ അങ്ങ് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അന്നത്തേക്കും അമ്മായി അങ്ങ് വിറഞ്ഞ് കയറുമല്ലേ. അമ്മായി ചോദിക്കും, നീ അവിടെ പോയി പിന്നെയും സഹായിക്കാനൊക്കെ തുടങ്ങിയോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകിയില്ലേ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്, നിന്നെ ഞാൻ കാണിച്ചു തരാടി, ഇത് നീ അവിടെ കൊണ്ട് കൊടുക്കുന്നു എന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ആ കവറിലിട്ട് ഉണ്ടപ്പെടുത്തുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സുനന്ദ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിച്ചേക്കുവാണ്. ലാസ്റ്റ് സുനന്ദയ്ക്കിട്ട് ഒരു അടി വരെ വെച്ച് കൊടുക്കും. എന്നിട്ട് സുനന്ദ കൊടുക്കൂലേ. അന്നേരം ദേഷ്യപ്പെട്ട് സുനന്ദ പറയുന്നുണ്ട്, അമ്മേ ഇതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണെന്നൊന്നും ഞാൻ ഓർക്കില്ല എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമ്പം ആ കയ്യിലിരിക്കുന്ന കവറെടുത്ത് ഒറ്റ ഏറ് കൊടുക്കും അമ്മായി. എന്നിട്ട് നീ എന്നെ ചെയ്യുമെന്ന് അടി ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുവാണ്. സുനന്ദ ഒന്നും മിണ്ടില്ല. അത് കയ്യിൽ നിന്ന് എടുത്ത് എറിഞ്ഞ് തക്കം തന്നെ അതെടുത്തോണ്ട് ഒറ്റ ഓട്ടോ. അന്നേരം നീ ഇങ്ങോട്ടല്ലേ തിരിച്ചു വരുന്നത്, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ അമ്മായി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടേ. ഏതായാലും സുനന്ദ ആ കവറുമായിട്ട് ഓടി ചെല്ലുമ്പം പുറത്ത് തന്നെ ഉണ്ട് സുഭാഷ്. അന്നേരം സുഭാഷിൻ്റെ കൈ കൊണ്ട് കൊടുക്കും. അന്നേരം സുഭാഷ് പറയുവാണ്, നീ ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ, ഏതായാലും നീ സഹായിച്ചല്ലോ, താങ്ക്സ് ഉണ്ട് കേട്ടോടി, നീ വൈകിട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം സുനന്ദയുടെ മുഖത്തൊരു തെളിച്ചുമില്ല. അന്നേരം എന്താ പറ്റി, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്താ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം പറയുവാണ്, വൈകിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും സുഭാഷേട്ടൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണല്ലോ എന്ന് പറയും. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, പിന്നെ സന്തോഷിക്കാതെ ഇവിടെ ഒരു ആഘോഷം നടക്കുമ്പം സന്തോഷമല്ലേടി വേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം സുനന്ദ പറയുവാണ്, എനിക്കും സന്തോഷമൊക്കെയാണ്, പക്ഷേ ഈ സമയത്ത് ഇവിടെ ഒരു വിവാഹം നടക്കേണ്ടിയിരുന്നത് സുഭാഷ് ചേട്ടൻ്റെ അല്ലായിരുന്നോ, സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടൻ ഒരു വിവാഹം നടക്കണം, പക്ഷേ ആ വിവാഹത്തിൽ വധുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കണം, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണേ. അന്നേരം പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സുഭാഷ് ചേട്ടനെ, സുഭാഷ് ചേട്ടൻ്റെ കൂടെ വിവാഹം കഴിച്ച് ഒരുപാട് കാലം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. സുഭാഷ് ചേട്ടൻ ഓരോ തവണ പെണ്ണ് കാണാൻ പോകുമ്പോഴും അത് നടക്കണം എന്നൊക്കെ ഞാൻ ആലോചിക്കും, പക്ഷേ തൊട്ടടുത്ത നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നത് ആ വിവാഹം നടക്കരുതേ എന്നാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് സുഭാഷ് ചേട്ടൻ ഇതുപോലെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ വിവാഹം ഒന്നും നടക്കരുതെന്ന്. അതുകൊണ്ടാണോ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം എല്ലാം മുടങ്ങിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സുഭാഷ് ചേട്ടനെ എന്നൊക്കെ പറയുക കേട്ടോ. ഇത് ഇത്രയും പറയുന്നതിന് തൊട്ട് മുൻപ് സുനന്ദ ചോദിക്കുന്നുണ്ടായിരുന്നു, സുഭാഷ് ചേട്ടനെ എന്നെ ഇഷ്ടമാണോ എന്ന്. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, നിന്നെ ഇഷ്ടപ്പെടാതെ എങ്ങനെയാണ്, ഈ നാട്ടിൽ ഞങ്ങളെ മനുഷ്യന്മാരായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീയാണ്. നീ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പം സുനന്ദ പറയുന്നുണ്ട്, എനിക്കും ഇഷ്ടമാണ് സുഭാഷ് ചേട്ടനെ. ആ ഇഷ്ടം എങ്ങനെയാണ് എന്ന് സുഭാഷ് ചേട്ടൻ അറിയാവോ, ഈ വീട്ടിൽ മറ്റുള്ളവർക്ക് എന്നോട് തോന്നുന്ന പോലൊരു ഇഷ്ടമല്ല എനിക്ക് സുഭാഷ് ചേട്ടനോടുള്ളത്, അത് വലിയൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്
ആഗ്രഹിക്കുന്നത് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അത് വെറും തമാശയല്ല. ഇനി എന്തെങ്കിലും അത് നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല. സുധീഷിൻ്റെ പെണ്ണ് ഇറങ്ങിപ്പോന്നു എന്ന് പറയുന്നത് കേട്ടപ്പം എനിക്ക് തോന്നിയായിരുന്നു എന്തേ ആ ധൈര്യം എനിക്ക് കിട്ടാത്തത് എന്ന്. അങ്ങനെ എനിക്ക് ധൈര്യം കിട്ടിയാൽ തന്നെ ഞാനിങ്ങോട്ട് വന്നാൽ തന്നെ അമ്മ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അമ്മ ജീവൻ കൊടുക്കും. അച്ഛൻ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് എന്നും കേട്ട് വളരുന്ന എനിക്ക് അവർ ചതിക്കാനും മനസ്സ് വരുന്നില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു ധൈര്യം തോന്നി ഞാൻ ഓടിപ്പോന്നാൽ സുഭാഷേട്ടൻ എന്നെ സ്വീകരിക്കുമെന്നും എനിക്കറിയത്തില്ലല്ലോ. സുഭാഷേട്ടന് എന്നെ ഇഷ്ടമാണോന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സുഭാഷേട്ടന് ഒത്തിരി ഇഷ്ടമാണ്. സുഭാഷേട്ടൻ്റെ കൂടെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുണ്ടായ ഒരിഷ്ടമാണ് അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം സുഭാഷേട്ടന് ആകെ സങ്കടം വരുന്നുണ്ട്. എന്ത് പറയണമെന്നറിയത്തില്ല, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയത്തില്ല. ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഏതായാലും സുനന്ദ പറയുവാണ് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങും കേട്ടോ. എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് ഇനി സുഭാഷ് ചേട്ടൻ പെണ്ണ് കാണാൻ പോവുകയാണെങ്കിൽ അത് നടക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കാം. കാരണം ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം ഈ വിവാഹം നടക്കുമോ എന്നൊരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണോ എല്ലാം മുടങ്ങിപ്പോണേ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചങ്ങ് പോവാണ് സുനന്ദ. ഇത് കേൾക്കുമ്പം എന്ത് മറുപടി പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ ഇങ്ങനെ സുഭാഷ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ച് നോക്കിയിരിക്കുവാണ് സുഭാഷ്. മറുപടി പറയാനില്ല, എങ്ങനെ അതിനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വിഷമിച്ച് നോക്കിയിരിക്കുന്ന സുഭാഷിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് സുധീഷിനെയും നിധിയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. അതിൻ്റെ ഒരു ക്ഷീണത്തിൽ നിധി കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അയ്യോ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു, ഒരുപാട് നേരം ഉറങ്ങിയോന്ന് ചോദിക്കുമ്പോൾ ഒരുപാടൊന്നുമില്ല, ഒരു അരമണിക്കൂർ എന്ന് പറയും. എന്നിട്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് കൈ കൊടുക്കും. സന്തോഷത്തോടെ അത് കഴിക്കുവാണേ. എന്നിട്ട് നിധി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇയാളെ ആദ്യം കണ്ടപ്പം എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരു ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളെയൊക്കെ ഒരു പഞ്ചാര അടിക്കുന്ന ആൾക്കാരില്ലേ, ആ ഒരു രീതിയിലാണ് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം സുഭാഷ മനസ്സിലോർക്കുക ഈശ്വര അതും കണ്ടുപിടിച്ചോ എന്ന്. അന്നേരം എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ പെൺകുട്ടികളോട് നേരെ സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് പറയുമ്പം നിധി പറയുന്നുണ്ട് ആ പറഞ്ഞത് നുണയാണ് എന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. ഇങ്ങനെ പറയുന്നവർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 3 പേരോടെങ്കിലും കൃഷി തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് സത്യം പറ, എത്ര പേരോട് കൃഷി തോന്നിയിട്ടുണ്ട് എന്ന് ചോദിക്കും. അന്നേരം ഏതായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് +2-നും കോളേജിലും പഠിക്കുമ്പോൾ ഓരോ കൃഷി ഉണ്ടായിരുന്നു. അവരുടെ വഴിക്ക് പോയി കുറേ കഴിഞ്ഞപ്പോൾ തേച്ചിട്ട് പിന്നെ ഇപ്പം ഒരാളോട് ഇഷ്ടമുണ്ട്. പക്ഷേ എൻ്റെ ആ ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിക്ക് അറിയത്തില്ല. അവളും അത് തിരിച്ചറിഞ്ഞ് എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് സക്സസ് ആയേനെ എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ച് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ കയറി എല്ലാവരും പരിചയപ്പെടുന്നു, ഇരിക്കാൻ പറയുന്നു. അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോഴേക്കും നിധിക്ക് അന്ന് നടന്ന സംഭവങ്ങൾ മൊത്തം മനസ്സിലേക്ക് വരുന്നുണ്ട്. സങ്കടം വരുവാണ്, ഇരുന്ന് കരയുക. അന്നേരം സുധീഷ് പറയുന്നുണ്ട് ഈശ്വര ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ ഇരുന്ന് കരയല്ലേ, ആ പോലീസുകാർ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം തീരുമെന്ന് പറയും. എന്നിട്ട് പറയുവാണ്. അന്നേരം നിധി പറയും എനിക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുക, അച്ഛൻ്റെ വിഷമിച്ചുള്ള മുഖമൊക്കെ എനിക്ക് ഓർമ്മ വരും, അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത് എന്ന് പറയുമ്പം ഇവിടെ നിന്നാണ് ആ കങ്കാരു നിധിയെ ചീത്ത വിളിച്ചത്, എന്നെ അടിച്ചത്, അതൊക്കെ ഒന്ന് ഓർക്കുക എന്ന് പറയും. അതുപോലെ തന്നെ അത് മനസ്സിലേക്ക് വരുമ്പോഴേക്കും നിധിയുടെ മുഖത്ത് സങ്കടമൊക്കെ മാറി അങ്ങ് ദേഷ്യഭാവമാവേ. എന്തെങ്കിലും പോലീസുകാരകത്തേക്ക് വിളിപ്പിക്കും. എന്നിട്ട് എങ്ങനെയുണ്ടോ ഇപ്പോൾ എവിടുന്നാണ് വന്നെ, നിനക്ക് കറക്റ്റ് സമയത്ത് വിളിച്ചാൽ വരാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സാറേ ഇത്തിരി തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറയും. ഇപ്പോൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കും. അന്നേരം നിധിയുടെ വീടിൻ്റെ ആ ഭാഗത്ത് നിന്ന് തക്കല അവിടുന്നാണ് വരുന്നതെന്ന് പറയുമ്പം ഇത്ര പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ആയോ എന്ന് ചോദിക്കും. അന്നേരം അതല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിധി വിഷമിച്ചിരിക്കുമ്പം ആ പോലീസുകാരൻ ചോദിക്കും എന്താ മോളെ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ വീട്ടിലാരെങ്കിലും, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതെ അച്ഛന് ഇപ്പോൾ സുഖമില്ലാതിരിക്കുക, അച്ഛനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം എന്ന് ചോദിക്കും. കുഴപ്പമില്ല എന്ന് പറയും. നേരെ ആ CA ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അങ്ങേര് ഇവിടുന്ന് ചങ്ക് പൊട്ടിയാണ് അന്ന് ഇറങ്ങിപ്പോയത്, അയാളുടെ ആ വിഷമത്തേക്കാൾ വലുതായിരുന്നല്ലോ കുട്ടിക്ക് ഇവനുമായിട്ടുള്ള പ്രേമം, പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം നിധി ഇങ്ങനെ വിഷമിച്ച് നോക്കുവാണ് സുധീഷിൻ്റെ മുഖത്തേക്ക്. നേരെ സുധീഷ് സാരമില്ല മിണ്ടണ്ട എന്ന് പറയുന്നു. അതുപോലെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇയാൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവർ നിധിയോട് ചോദിക്കുന്നുണ്ട് ഇവനെയും കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല എന്നെയും കൊണ്ട് ഇയാൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ ഇനി ഇവിടുന്ന് വിവാഹം കഴിഞ്ഞ് അങ്ങ് പോയതിന് ശേഷം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന്. അന്നേരം സുധീഷ് പറയും ഉണ്ടായോന്നോ, അന്ന് വൈകിട്ട് അവർ വീട് കയറി ഞങ്ങളെ തല്ലിയായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് നിനക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയുവാണ് അവർ തല്ലിയതിലും കാരണമുണ്ട്, അവരുടെ വിഷമം അവർ തീർത്തു, ഞങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ ഉറച്ചു നിന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് കാണിക്കും.
കാണിക്കുമ്പം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കല്യാണ റിസപ്ഷനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് അവർ നിധിയും സുധിയും കൂടെ വരുന്നത് കാത്തു നിൽക്കുവാണ്. അതുപോലെ ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് സുധീഷിൻ്റെ കൈ കൊടുക്കുമ്പം എങ്ങനെയാണ് അന്ന് കളിച്ച ഡ്രാമ ഒരു യഥാർത്ഥ വിവാഹത്തിലേക്ക് എത്തിയത്, താനോട് അറിഞ്ഞുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്ന നിധിയെയും നിധിയുടെ അടുത്ത് അഭിനയിച്ച് പിടിച്ച് നിൽക്കുന്ന സുധിയെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.